എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ നാളെ രാവിലെ 10 മണിയോടെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ഇതുവരെ നൽകാതെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നൽകുക. ഈ ഒരു അപേക്ഷ നൽകിയ ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിൽ വിദ്യാർത്ഥിയും അതുപോലെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവും സിഗ്നേച്ചർ ഇട്ട ശേഷം അതായത് ഒപ്പിട്ട ശേഷം നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും ആ ഒരു ഫോമിൽ ഒപ്പിടണം. അതിൽ കറക്റ്റായിട്ട് നിശ്ചിത ഭാഗങ്ങളുണ്ട്, ഏത് ഭാഗത്താണ് ഒപ്പിടേണ്ടത് അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി അവിടെ സിഗ്നേച്ചർ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് പ്രകാരം പല കോഴ്സുകൾക്കും നിരവധി വേക്കൻസിയാണുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതായത് നിങ്ങളുടെ ജില്ല ഏതാണ്, നിലവിൽ അഡ്മിഷൻ നേടിയ ജില്ല ഏതാണ്, അതിൽ ക്ലിക്ക് ചെയ്ത് ജില്ല സെലക്ട് ചെയ്ത് ഗെറ്റ് ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ ഈ ഒരു രീതിയിൽ ഓരോ സ്കൂളിലെയും വേക്കൻസി കാണാം. വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലൊക്കെ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഓപ്ഷൻ കൊടുക്കാനായിട്ട് വളരെയധികം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു vhscap.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം അതുകൂടി നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും ഓപ്ഷൻസ് ആയിട്ട് കൊടുത്ത് അത് സേവ് ചെയ്ത് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത ശേഷം നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും അതിൽ സിഗ്നേച്ചർ ഇട്ട ശേഷം നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് ആ ഒരു സ്കൂളിലെ അതായത് ഏത് സ്കൂളിലാണോ നിലവിൽ അഡ്മിഷൻ ഉള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഈ ഒരു അപേക്ഷ നാളെ രാവിലെ അതായത് ജൂലൈ 19-ാം തീയതി രാവിലെ 10 മണിക്കുള്ളിൽ നിങ്ങളുടെ ഈ ഒരു അപേക്ഷകളൊക്കെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നാളെ രാവിലെ 10 മണി വരെയാണ് ഈ ഒരു ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് ഏകദേശം 21-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.